ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ ചൂരക്കാട് സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 1 മുതൽ 7 വരെ പഠിച്ച ഞങ്ങളുടെ ചൂരക്കാട് സ്കൂളാണ്. ചൂരക്കാട് സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഉറവിടമാണ് ഞങ്ങളുടെ ചൂരക്കാട് സ്കൂൾ. ഞങ്ങളുടെ കൂട്ടുകാർ ഇപ്പോഴും ഉണ്ട്. അന്നും ഇന്നും ഇപ്പോഴും ഞങ്ങൾ കൂട്ടുകാർ കാണാറുണ്ട്. ഞങ്ങൾ 1 മുതൽ 7 വരെയും പഠിച്ച ഞങ്ങളുടെ കൂട്ടുകാർ. അപ്പോൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഇപ്പോഴും ഞങ്ങൾ ആ സ്നേഹം പുതുക്കാറുണ്ട്. എവിടെ വെച്ച് കണ്ടാലും മിണ്ടിയിട്ടേ ഞങ്ങൾ പോവുള്ളൂ, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോവുള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ഓടിച്ചാടി കളിച്ച് വളർന്ന സ്ഥലമാണ്. ഇടിപിടിച്ച് കളി, തൊങ്ങിത്തൊട്ട് കളി, ഒളിച്ചും പാത്തം, അങ്ങനെ ഇഷ്ടംപോലെ കളികൾ. ഇടിപിടിച്ച് കളിയിൽ എങ്ങനെ പോലും കരച്ചിലുണ്ടാകും. അപ്പോൾ നേരെ ഇത് കരഞ്ഞിട്ട് നേരെ ടീച്ചറിൻ്റെ അടുത്ത് എന്ന് പറയും. അപ്പോൾ ടീച്ചർ എന്താ പ്രശ്നം, ഇങ്ങനെ വാടാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തിരിച്ച് നിർത്തി നിക്കറ് ടൈറ്റാക്കി പിടിച്ചിട്ട് രണ്ടടി ടേട്ടെ പോടാ ക്ലാസ്സിൽ എന്ന് പറയും. അപ്പോൾ തന്നെ ഞങ്ങൾ മര്യാദക്ക് പോയി അനങ്ങാണ്ട് ക്ലാസ്സിലിരിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു അടിയുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, വിഷ്ണു KV. അവൻ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള. അപ്പോൾ ഈ സൗഹൃദം ഇതുകൊണ്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവനെ നോക്കി ഞാൻ 8:30 അവൻ്റെ വീട്ടിൽ ചെല്ലും. ഇവൻ ഇറങ്ങുമ്പോൾ 8:45. അപ്പോൾ ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് നടന്ന് ചെല്ലാൻ നേരത്ത് വൈകും. അപ്പോൾ ടീച്ചർ ചോദിക്കും, എന്താ ഇങ്ങനെ രണ്ടുപേരും വൈകി വന്ന്? അല്ല ടീച്ചർ വൈകിപ്പോയി. അപ്പോഴും അവിടെ വെച്ച് ഇങ്ങനെ വന്നേന്ന് പറഞ്ഞില്ല, തിരിച്ച് ചേർത്തിട്ട് രണ്ടടി ടേ എന്ന് പറഞ്ഞു. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇവൻ ഒറ്റക്ക് പോയി കളയും, എന്നെ കൂട്ടാണ്ട്. ഇവൻ്റെ അടുത്ത് 2 രൂപ ഉണ്ടാവും. ഇവൻ ആ 2 രൂപ സിപ്പൊപ്പം മേടിച്ച് ചപ്പി പോയി കളയും. ഒന്ന് ഓർത്ത് നോക്കി. അപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം ഇതേപോലെ തന്നെ ഞാൻ ഇവനെ കാത്തിരിക്കും. എന്നിട്ട് പിന്നെയും ചെല്ലും. എന്നിട്ട് ഇവൻ പിന്നെയും വൈകുന്നേരം 2 രൂപ ഉണ്ടാവും. അവൻ മിഠായി മേടിച്ച് എന്നിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചൂരക്കാട് സ്കൂളിൻ്റെ ഉറവിടം ഇന്ന് മാറുമെന്ന് എനിക്ക് തോന്നണം, അവനിത് കേൾക്കാൻ നേരത്ത് എനിക്ക് തോന്നണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.